ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 10. ഏവം നാരിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. നരസിംഹാവതാരത്തിലൂടെ ഭഗവാൻ മഹാവിഷ്ണു അതിരൗദ്രമായ ഭാവത്തോടെ കാണിച്ച ചേഷ്ടകൾ എല്ലാം അഭിനയം മാത്രമാണ്. ഇതിനെയാണ് ഭഗവാന്റെ ലീലാവിലാസം എന്ന് പറയുന്നത്. ഭട്ടതിരിപ്പാട് ചോദ്യരൂപത്തിൽ പറയുന്നതാണ് അടുത്ത വരികൾ. അങ്ങയുടെ യഥാർത്ഥ ശുദ്ധരൂപത്തെ നരസിംഹതാപനീയം എന്നു പേരുള്ള ഉപനിഷത്തിൽ വ്യക്തമായി പാടി പുകഴ്ത്തിയതാണ്. സർവ മാഹാത്മ്യത്തോടുകൂടിയ സർവവ്യാപിയായ ഭഗവാനെ, അനുപമനും ഉത്തമോത്തമനും ആയ അങ്ങയെ ആർക്കാണ് കടന്നാക്രമിക്കാൻ സാധിക്കുക? ആശ്ചര്യം തന്നെ എന്നു പറഞ്ഞ് പ്രഹ്ലാദപ്രിയനായ ഭഗവാനോട് തന്നെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നു പറഞ്ഞ് സംഭവബഹുലവും മനോഹാരിതയോടെ ആവിഷ്കരിച്ചതും ആയ നരസിംഹാവതാര ദശകം ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിച്ചു. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.